വർഷങ്ങൾക്ക് മുമ്പ് AD 72 ജൂലൈ 3-നാണ് മാർ തോമസ് ലീഹ ക്രിസ്തുവിന് വേണ്ടി ഭാരത മണ്ണിൽ രക്തസാക്ഷിയായത്. സീറോ മലബാർ സഭ ഈ രക്തസാക്ഷി ദിനം ആചരിക്കുന്ന വേളയിൽ SMCA സിറ്റി ഫർവാനിയ ഏരിയയിലെ കുഞ്ഞുമക്കൾ അപ്പസ്തോലന്റെ ജീവിതത്തിലെ ചില ഏടുകൾ ദൃശ്യവൽക്കരിക്കുന്നു ഈ വേദിയിൽ. ഞങ്ങളെല്ലാവരും ഉദ്ധിതനായ ഈശോയെ കണ്ടു. ഇല്ല, ഞാനിത് വിശ്വസിക്കുകയില്ല. ഞാൻ അവന്റെ കയ്യിലെ ആണിപ്പഴുതുകൾ കാണുകയും അതിൽ എന്റെ കൈകൾ പതിക്കുകയും അവന്റെ പാർശ്വത്തിൽ കൈവയ്ക്കുകയും ചെയ്യാതെ ഞാനിത് വിശ്വസിക്കുകയില്ല. നിങ്ങൾക്ക് സമാധാനം. നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക. എൻ്റെ കൈകൾ കാണുക. നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ തന്നെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് സ്നാനം നൽകുകയും യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. പോയി സുവിശേഷം പ്രസംഗിക്കുവാൻ ഈശോ അവസാനമായി പറഞ്ഞതനുസരിച്ച് ശിഷ്യന്മാർ എല്ലാവരും ഒരുമിച്ച് കൂടി. ഏതെല്ലാം ദേശത്ത് ആരൊക്കെ പോകണമെന്ന് നിശ്ചയിക്കുവാൻ അവർ കുറിയിട്ടു. ഭാരതത്തിലേക്ക് പോകുവാൻ നറുക്ക് വീണ തോമസ് അതിൽ ദുഃഖിതനായി. അന്ന് രാത്രി ഈശോ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഭാരതത്തിലേക്ക് പോകാൻ തോമയോട് ആവശ്യപ്പെട്ടു. അങ്ങനെയിരിക്കെ ഭാരതത്തിലെ ഒരു രാജവംശം കൊട്ടാരം പണിയാൻ തോമസിനെ ക്ഷണിച്ചു. അങ്ങനെ ദൈവവിളി അനുസരിച്ച് തോമ കടൽ കടന്ന് കേരളത്തിലെ കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങി. കൊട്ടാരം പണിയുവാൻ നാടുവാഴികൾ തോമസ് ലീഹായെ പണം ഏൽപ്പിച്ചു. പക്ഷേ തോമസ് ആ പണം ദരിദ്രർക്കായി ചെലവഴിച്ചു. ഒട്ടേറെ രോഗികളെ സഹായിച്ചു, സുഖപ്പെടുത്തി. അവരോട് സുവിശേഷം പ്രസംഗിച്ചു. ഒരുപാട് പേരെ സ്നാനപ്പെടുത്തി. കൊട്ടാരം പണിതില്ല എന്ന് മനസ്സിലാക്കിയ രാജാവ് തോമസിനെ തടവിലാക്കി. പക്ഷേ
പിന്നീട് തോമസ് കൊട്ടാരം പണിതത് സ്വർഗത്തിലാണ് എന്ന് മനസ്സിലാക്കിയ നാടുവാഴി തോമസിനെ തടവിൽ നിന്ന് മോചിപ്പിച്ചു. രാജാവും കുടുംബവും സ്നാനപ്പെട്ടു. കേരളത്തിൽ 7 പള്ളികൾ സ്ഥാപിച്ചു. പിന്നീട് തോമസ് ലിഹ മദ്രാസിൽ പോയി അവിടെ സുവിശേഷം പ്രസംഗിച്ചു. മൈലാപ്പൂരിൽ വെച്ച് കുന്തം കൊണ്ടുള്ള കുത്തേറ്റ് രക്തസാക്ഷിയായി. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് ഈശോയോടുള്ള സമ്പൂർണ്ണ സമർപ്പണം പ്രഖ്യാപിച്ച നമ്മുടെ തോമസ് ലിഹ കണ്ടാലേ വിശ്വസിക്കൂ എന്ന് ശഠിച്ചെങ്കിലും കണ്ട് അനുഭവിച്ച് ബോധ്യപ്പെട്ടതിൽ അചഞ്ചലമായ വിശ്വാസദാർഢ്യം ധീരതയും പ്രകടിപ്പിച്ച തോമസ് ലിഹ കർത്താവും ദൈവവുമായി ഈശോയെ ഏറ്റുപറഞ്ഞ തോമസ് ലിഹ. അതെ, നമ്മുടെ പിതാവായ മാർ തോമസ് ലിഹ നമുക്ക് പ്രചോദനവും പ്രത്യാശയുമാണ്. ദൈവിക വെളിപ്പെടുത്തലിനുള്ള പ്രത്യുത്തരമാണ് വിശ്വാസം. ഈശോ കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും അധരം കൊണ്ട് അത് ഏറ്റുപറയുകയും ചെയ്യുന്നത് വിശ്വാസത്തിന്റെ പ്രകടനമാണ്. നമ്മുടെ പിതാവായ വിശുദ്ധ തോമസ് ലിഹ നടത്തിയ വിശ്വാസ പ്രഖ്യാപനം നമ്മുടേതും ആയിത്തീരട്ടെ. ഈശോയെ നമ്മുടെ കർത്താവും ദൈവവുമായി നമുക്ക് ഏറ്റുപറയാം. ഈശോയോട് കൂടെയും ഈശോയ്ക്ക് വേണ്ടിയും നമുക്ക് ജീവിക്കാം. നമുക്കും തോമസ് ലിഹായെ പോലെ ദൈവത്തിൻ്റെ ശബ്ദം ശ്രവിക്കുകയും നാം ഹൃദയം തൊട്ടറിഞ്ഞ സുവിശേഷം മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിക്കുകയും ചെയ്യാം. ശിഷ്യനായ